എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കട്ട്ലറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ പൊടിഞ്ഞൊന്നും പോവില്ല. നല്ല സൂപ്പറായിട്ട് നല്ല ടെക്സ്ചറിൽ നല്ല ക്രിസ്പി ആയിട്ട് പുറമേ ഭാഗവും അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും വരുന്നത് സൂപ്പർ ടേസ്റ്റിലുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചിക്കൻ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ ഉപ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ പകുതി വേവായിട്ടുണ്ട്. അതുപോലെ ചിക്കനിൽ നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ചിട്ട് നമുക്കിത് ഈ വെള്ളം വറ്റുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൈവച്ചിട്ടൊന്ന് പിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിലേക്ക് ഉരുളക്കിഴങ്ങ് വേണം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സവാള, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ആദ്യം തന്നെ ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർക്കുക. പച്ചമുളകെന്ന് പറയുമ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല. പച്ചമുളകും കുരുമുളകുമാണ് എരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നവരെ ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കനിൽ വേവിച്ചപ്പോൾ ഇട്ടതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല, അല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഞാനിവിടെ പെരിഞ്ചീരകവും ഏലക്കയും കൂടെ പൊടിച്ച പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നില്ല. മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത ചിക്കനാണ്, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിക്കനോട് ഇട്ടിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിന് മുൻപ് ബീഫ് കട്ട്ലറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് നമ്മളിതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ബീഫ് കട്ട്ലറ്റ് തന്നെ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ വേറൊരു രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് അതിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് തവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. നമ്മൾ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ട്, ഉരുളക്കിഴങ്ങിൽ ഉപ്പിടാതെയാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് കൈവച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കട്ട്ലറ്റ് കട്ടറോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഉരുട്ടിയതിന് ശേഷം ഒന്ന് പരത്തി ഒരു വടയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അടപ്പുണ്ടെങ്കിൽ അടപ്പിൽ വെച്ചിട്ടും ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കുക്കി കട്ടറാണ്. അതിലേക്ക് ഒരു ഉരുള വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വരത്തക്ക രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല ഷേപ്പിൽ കട്ട്ലറ്റ് കിട്ടും. അതുപോലെ കട്ട്ലറ്റ് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോഴത് നല്ല കട്ടിയിൽ ഇരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ഇരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 കട്ട്ലറ്റാണ് ഈ അളവിൽ വന്നിട്ടുള്ളത്. ഇനി കട്ട്ലറ്റ് നമുക്ക് എങ്ങനെയാണ് കോട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ കട്ട്ലറ്റ് കോട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ മുട്ടയുടെ വെള്ള, 2 മുട്ടയുടെ വെള്ള ഒരു 3 ടേബിൾ സ്പൂൺ പാലിൽ ഒന്ന് അടിച്ചു വെച്ചിട്ടുള്ളതാണ്.
അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയിൽ ഇതൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് മുരിച്ചതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വലത്തെ കൈ മുട്ടയിൽ മുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഒട്ടും തന്നെ നനയാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാല് മുട്ടയുടെ വെള്ളയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നന്നായിട്ട് മുക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിവിടെ ഒരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്രെഡ് ക്രംസ് പൊഴിഞ്ഞു പോകാതിരിക്കാനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് ഒരു ട്രിക്ക് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ പറയാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒരു റൗണ്ട് നമ്മളൊന്ന് മുക്കിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഒരു റൗണ്ട് എല്ലാം ഇതുപോലെ മുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു റൗണ്ട് കൂടെ ഇത് ഇങ്ങനെ മുക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ 2 തവണ കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് എണ്ണയിലിടുമ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞു പോലെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് കിട്ടും. എങ്കിലും നല്ലൊരു പുറമേ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മറ്റൊരു ട്രിക്ക് കൂടെ ഉണ്ട്. നമ്മളിതുപോലെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാതെ കിട്ടും. പക്ഷേ ഇത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇത് ഡീപ്പ് ഫ്രൈയോ അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈയോ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബേക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ്. മീഡിയം ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ തീ വെച്ചിട്ടുള്ളത്. ഒരുപാട് കൂട്ടിയിടരുത്. അപ്പോൾ നമ്മൾ ഇടുന്ന പടന്നെ ഇത് പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഓരോന്നും വറുത്ത് കോരാം. അപ്പോൾ ഒറ്റ തവണയായിട്ട് നമുക്ക് 4 എണ്ണമൊക്കെ വരെ ഇട്ട് കൊടുക്കാം ഇതിൽ വറുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ടാണ് വീണ്ടും ഇട്ട് കൊടുത്തത്. അപ്പം ഓരോ സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതെപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഇത് ഒരുപാട് അകമൊക്കെ വെന്ത് വരേണ്ട ആവശ്യമില്ല. കാരണം അകമൊക്കെ ഓൾറെഡി വെന്താണ്. പുറമേയുള്ള കോട്ടിങ് മാത്രം ഒന്ന് മൊരിഞ്ഞ് വരേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും നല്ലൊരു ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് കട്ട്ലറ്റിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. അതുപോലെ ഈ എണ്ണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് കലങ്ങിയൊന്നും പോയിട്ടില്ല. അതുപോലെ നമ്മൾ കട്ട്ലറ്റ് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ മുട്ടയുടെ മഞ്ഞ ഒരിക്കലും എടുക്കരുത്. മുട്ടയുടെ മഞ്ഞ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കലങ്ങി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരുപാട് ബ്രെഡ് ക്രംസ് ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല. അതുപോലെ നമ്മൾ രണ്ടാമത് ഡിപ്പ് ചെയ്തെടുത്തപ്പോൾ ആ ബ്രെഡ് ക്രംസ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ടാണ് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ബ്രെഡ് ക്രംസ് താഴെ വീണിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ നിങ്ങൾ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നലെ മുതലാണ് നമ്മൾ ക്രിസ്മസ് റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു മാക്രോൺസിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്രിസ്മസ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്